40 കോടിയോളം രൂപ 2020 ബി ജെ പിയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഹലോ മല്ലൂസ്, പി സി ജോർജ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിരമിക്കലിന് ശേഷം ആ വിടവ് നികത്താൻ കേരളത്തിൽ ഇനി ആരുണ്ട് എന്നതായിരുന്നു ഇത്രയും കാലം നമ്മളെയൊക്കെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം. പി സി ജോർജിനെ പോലും ഞെട്ടിക്കുന്ന ചാലഞ്ചുള്ള കഴിവുള്ള ആളെ നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചിരിക്കുന്നു. പി സി ജോർജ് കളമൊഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം അനാഥമാകില്ല മക്കളെ, അനാഥമാകില്ല. കാരണം പി സി ജോർജിനേക്കാൾ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, നമ്മുടെ ഡൗൺ ടു എർത്ത് അല്ല, അത് ഏത് രൂപത്തിൽ താഴാൻ കഴിയുന്ന, അദ്ദേഹത്തിനേക്കാൾ താഴേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു പുതിയ ലെജൻഡിനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഓരോ 15 സെക്കൻഡിലും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയും പൊളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കുകയും സ്റ്റേറ്റ്മെന്റുകൾ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അഖില്. പിന്നെ ഈ വിഷയം വന്നപ്പോൾ നമ്മുടെ സാബു ജേക്കബ് കൂടി എടുത്ത ഒരു നിലപാടുണ്ടല്ലോ, ഒരു ബെസ്റ്റ് നിലപാടാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് വില്ലേജ് കമ്മിറ്റിയുടെ പോലും ഭാരവാഹിത്വം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു 2020 പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു 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 ഐറ്റം ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ മറന്നുപോയോ എന്ന് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി 2020 തന്നെ നടത്തിയൊരു വൻ പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് നാടിനെ ഓർമ്മിപ്പിക്കാൻ എന്തൊരു ക്രിയേറ്റീവായിട്ടുള്ള ബ്രെയിനാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സാബു ജേക്കബിനെ അടിച്ചുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച അഖിലിനെ തിരിച്ച് മലത്തി അടിച്ച് അഖിലിനെ ഭിത്തിയിലാക്കി മാലയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സാബു. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ NDAയുടെ ഭാഗം BJPയുടെ ഭാഗമാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതോ കോൺഗ്രസിലേക്ക് പോകുമോ, കോൺഗ്രസിലേക്ക് പോയ ഇത്രയും നാളും അണികളെ തെറി വിളിച്ചുകൊണ്ടിരുന്ന അണികളെ ഇനി എങ്ങനെ അവർ മുഖത്ത് നോക്കി സഹകരിക്കും എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും നന്ദി, നമസ്കാരം.